അൺകൺട്രോൾഡ് ഡയബറ്റീസ് അഥവാ അനിയന്ത്രിതമായ ഷുഗറുള്ള ആളുകൾക്ക് അത് അവരുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യും എന്നുള്ള കാര്യം അറിയാലോ. ഇങ്ങനെ കിഡ്നിയെ ഡാമേജ് ചെയ്യുകയാണെങ്കിൽ കിഡ്നിയിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നീൻ്റെ അരിപ്പ, അതിലെ സുഷിരങ്ങൾ, അതിലെ ദ്വാരങ്ങളുടെ വലിപ്പം കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വരാൻ പാടില്ലാത്ത പല വസ്തുക്കളും ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് ബ്ലഡിലുള്ള ആൽബുമിൻ എന്ന് പറയപ്പെടുന്ന പ്രോട്ടീൻ. ഇത് സാധാരണ യൂറിനിൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ ആൽബുമിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ കിഡ്നിക്ക് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ആൽബുമിൻ ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ അളവ് നന്നായിട്ട് കൂടും. യൂറിനിൽ ആൽബുമിൻ വരുന്നതിൻ്റെ അളവ് കൂടും. നമ്മൾ ആൽബുമിൻ യൂറിയ എന്ന് പറയും. ഇങ്ങനെ യൂറിനിലൂടെ ആൽബുമിൻ ഒരുപാട് പുറത്തേക്ക് വരുമ്പോഴാണ് മൂത്രം ഒഴിക്കുമ്പോൾ പത കാണുക. മാത്രമല്ല ബ്ലഡിലുള്ള ആൽബുമിനൊക്കെ ഒരുപാട് ഇങ്ങനെ യൂറിനിലൂടെ പുറത്തേക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ക്ലിനിക്കലി കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതെന്താണ്? മുഖത്ത് നീര് വരിക, അതുപോലെ തന്നെ കാലിലൊക്കെ നീര് വരിക, അതും കാണാൻ പറ്റും. ഇനി കിഡ്നിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡാമേജ് വരുമ്പോഴത്തേന് തന്നെ BP കൂടാൻ തുടങ്ങും, പ്രഷർ കൂടാൻ തുടങ്ങും. അതുമാത്രമല്ല കിഡ്നി ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് എരിത്രോപോയിറ്റിൻ. സാധാരണ ഈ ഹോർമോൺ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ്. സോ കിഡ്നിക്ക് ഡാമേജ് പറ്റുമ്പോൾ എരിത്രോപോയിറ്റിൻ്റെ ഉൽപ്പാദനവും കുറയും. സോ അപ്പം എന്തുണ്ടാകും? രക്തക്കമ്മിയും കാണാൻ പറ്റും. അപ്പോൾ പോയിൻ്റ് ഇതാണ്, HbA1c കൂടുതലുള്ള അൺകൺട്രോൾഡ് ഷുഗറുള്ള ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് മൂത്രമൊഴിക്കുമ്പോൾ പത കാണുകയോ അതോടൊപ്പം തന്നെ കാലിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും നീര് വരികയോ BP കൂടാൻ തുടങ്ങുകയോ അതുപോലെ തന്നെ ചെറിയ രീതിയിലെങ്കിലും രക്തക്കമ്മി കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വാർണിംഗ് സൈനാണ്, ഇതൊരു സിഗ്നലാണ്. നിങ്ങളുടെ കിഡ്നിക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണിത്. നമ്മൾ ഉടനെ പോയിട്ട് എന്ത് ചെയ്യും? ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും, യൂറിൻ ചെക്ക് ചെയ്യും. പക്ഷേ അതൊക്കെ ചിലപ്പോൾ നോർമൽ തന്നെയാവും, അതിലൊന്നും വലിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടാവില്ല. കിഡ്നിയുടെ 60% ഫങ്ഷനും നഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? ക്രിയാറ്റിൻ്റെ അളവ് കൂടാൻ തുടങ്ങുള്ളൂ. സോ ഈ സമയത്ത് അത് തിരിച്ചറിയാൻ എന്താ ചെയ്യുക? നമ്മൾ യൂറിൻ്റെ ഒരു പരിശോധന ഉണ്ട്. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നാണ് അതിൻ്റെ പേര്. യൂറിൻ ACR എന്ന് പറയും. ഇത് യൂറിനിലൂടെ അരിച്ച് പുറത്തേക്ക് വരുന്ന ആൽബുമിൻ്റെ അളവ് മെഷർ ചെയ്യുന്നൊരു ടെസ്റ്റാണ്. സാധാരണ ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ൻ്റെ താഴെയാണ്. 30ൻ്റെയും 300ൻ്റെയും ഇടയിലാണെങ്കിൽ മൈക്രോ ആൽബുമിൻ യൂറിയ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ആൽബുമിൻ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡാമേജൊക്കെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. HbA1c കുറയ്ക്കുക, അതായത് ഷുഗർ കുറയ്ക്കുക, BP കുറയ്ക്കുക, പഴയ രീതിയിലേക്ക് നോർമലാക്കി കൊണ്ടുവരിക. ACE ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാതെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ 300ന് മുകളിലാണ് ഇതിൻ്റെ അളവ് എങ്കിൽ ഓൾറെഡി കിഡ്നിക്ക് അത്യാവശ്യം ഡാമേജൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ സമയത്തും ക്രിയാറ്റിനിൻ കൂടണം എന്നില്ല. അതുകൊണ്ട് ക്രിയാറ്റിനിൻ കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ HbA1c, ക്രിയാറ്റിനിൻ, യൂറിയ ഇവയോട് കൂടെ യൂറിൻ ACRും കൂടെ പരിശോധിച്ചിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ടെസ്റ്റിൽ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും സ്വീകരിക്കണം. താങ്ക്